السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, കുൻതു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഹിമാരിൻ. ഒരിക്കൽ ഞാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ഫഖാല ലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് എന്നോട് പറഞ്ഞു, യാ മുആദ് അതദ്രി മാ ഹഖുല്ലാഹി അലൽ ഇബാദ്. മുആദ് റളിയല്ലാഹു അൻഹു, നിനക്ക് അറിയുമോ എന്താണ് അള്ളാഹുവിനോട് അടിമകൾ നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളെ സംബന്ധിച്ച് നിനക്കറിയുമോ? വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹുവിന് അടിമകൾക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്നും നിനക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മുആദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അത് അറിയുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചു കൊടുത്തു. ഖാൽ ഹഖുല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈആ. അടിമകളുടെ മേല് അള്ളാഹുവിന് നൽകേണ്ടുന്ന ബാധ്യത, അവകാശം എന്ന് പറയുന്നത് അത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ യാതൊന്നിനെയും പങ്കുവെക്കാതിരിക്കുക എന്നാണ്. എല്ലാ ഇബാദത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഒരാൾ നൽകുക എന്നുള്ളതാണ്. എന്നാൽ വഹഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ അടിമകളോടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈആ. അള്ളാഹുൽ യാതൊന്നിനെയും പങ്കുവെക്കാതെ ജീവിച്ച ഒരു മനുഷ്യനെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തതായി കാണാൻ സാധിക്കും. ഈ ഹദീസ് വളരെ പ്രാധാന്യമർഹിക്കുന്ന, വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ഹദീസാണ്. പ്രത്യേകിച്ചും തൗഹീദിന്റെ വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ മുവഹിദാണ് എങ്കിൽ, തൗഹീദുള്ളവനാണ് എങ്കിൽ, നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തൗഹീദിന്റെ പേരിൽ അയാളെ കാലാകാലം എന്ത് ചെയ്യൂല, ശിക്ഷിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നമുക്കറിയാം, നമുക്ക് സഹിക്കാൻ കഴിയാത്ത ശിക്ഷകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ ഒരു ശിക്ഷയിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദുള്ള മനുഷ്യനെ രക്ഷിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ശിർക്ക് എന്ന് പറയുന്നത് എത്ര ഗോപ്യമായ കാര്യമാണ് എങ്കിലും, എത്ര ചെറുതാണ് എങ്കിലും അതിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരു കാരണവശാലും തിരിയാൻ പാടില്ല. നമുക്ക് മക്കളുണ്ടായില്ല, അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് പൊട്ടിപ്പോയി, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിതത്തിൽ വരുന്ന എന്ത് പ്രശ്നങ്ങളാവട്ടെ, പ്രതിസന്ധികളാവട്ടെ, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അള്ളാഹുവിനോട് പറയുക എന്നല്ലാതെ യാതൊരു മഖ്ലൂക്കിലേക്കും, യാതൊരു സൃഷ്ടികളിലേക്കും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തിരിയാൻ പാടില്ല എന്നുള്ളതാണ്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞൊരു വാചകം കാണാം, മാ അൻഅമ അല്ലാഹു അലൽ ഇബാദി നിഅമതൻ അഫ്ളല മിൻ അൻ അറഫഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അത് മനസ്സിലാക്കാൻ തൗഫീഖ് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ യാതൊരു നിഅമത്തും ഒരടിമക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ധനം നൽകി, അതല്ലെങ്കിൽ സൗന്ദര്യം നൽകി, അല്ലെങ്കിൽ തറവാടിത്തം നൽകി, അതല്ലെങ്കിൽ ഉന്നതമായ ജോലികൾ നൽകി, ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും നൽകി എന്നുള്ളതിനേക്കാൾ ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? അതൊന്നുമല്ല യഥാർത്ഥത്തിൽ നിഅമത്ത്. അഫ്ളലായ നിഅമത്ത് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി എന്നുള്ളത്. അതിനനുസരിച്ച് ജീവിക്കാൻ, അത് മനസ്സിലാക്കാൻ, ആശയം പഠിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു നൽകി എന്നുള്ളതാണ് ഒരടിമക്ക് അള്ളാഹു ചെയ്ത ഏറ്റവും അഫ്ളലായ നിഅമത്ത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഹും ഫിൽ ആഖിറതി കൽ മാഇ ഫിദ് ദുനിയ. ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് വെള്ളം എപ്രകാരം ആവശ്യമാണോ അപ്രകാരം ഖിയാമത്ത് നാളിൽ ആവശ്യമുള്ള ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്
പഠിക്കാനും മുറുകെ പിടിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുക. അള്ളാഹുൽ യാതൊന്നിനെയും പങ്കുവെക്കാതിരിക്കുക. എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞാലും അള്ളാഹുവിൽ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു പരിഹാരത്തിന് നമ്മൾ മുതിരാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.